അപ്പോൾ നമ്മൾ സ്പെക്ട്രോമീറ്റർ പ്രിസം എക്സ്പീരിയൻ്റ് ആണ് ചെയ്യണത്. ഇതിലെന്ന് പറയുമ്പോൾ ഇതിന് വേണ്ട കമ്പോണൻസ് എന്ന് പറയുമ്പോൾ സോഡിയം വേപ്പർ ലാമ്പ് എന്ന് പറയുമ്പോൾ നല്ല മഞ്ഞ ബ്രൈറ്റ് ലൈറ്റ് കത്തുന്ന സാധനമാണ്, അത് വേണം. പിന്നെ ഒരു സ്പെക്ട്രോമീറ്റർ വേണം, സ്പെക്ട്രോമീറ്റർ, പിന്നെ ഒരു പ്രിസോ, സാധാരണ പ്രിസോ, സ്മോൾ ആംഗിൾ അല്ല സാധാരണ പ്രിസോ. ഇതിന് പിന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞു തുടങ്ങും. ഇത് സോഡിയം വേപ്പർ ലാമ്പാണ് ഈ ലാമ്പെന്ന് പറഞ്ഞു. ഇതാണ് ഇതിൻ്റെ കൊള്ളിനേറ്റർ എന്ന് പറയുന്ന സാധനം. കൊള്ളിനേറ്റർ കൂടിയാണ് ഒരു ചെറിയ ഈ ഇത്രയും വലിയ ഇതൊരു സ്ലിറ്റായിട്ട് ഇങ്ങോട്ട് വന്നത് ലൈറ്റ്. ഇത് സ്പെക്ട്രോമീറ്റർ, ഇത് അതിൻ്റെ ടെലിസ്കോപ്പ്, ഇത് അതിൻ്റെ വെർനിയർ ടേബിള്, ഇത് അതിൻ്റെ പ്രിസം ടേബിള്. ഇതാണ് അതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ സ്പെക്ട്രോമീറ്ററിലേക്ക് രണ്ട് ഇതുണ്ട് റീഡിങ് എടുക്കുന്ന തരം. വെർനിയർ 1 ഒരെണ്ണം, വേറൊരെണ്ണം വെർനിയർ 2. അത് നമുക്ക് വെർനിയർ 1 വെർനിയർ 2 ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ അത് സാധാരണ വെർനിയറിൻ്റെ പോലെ തന്നെയാണ് MSRും VSRും കൊടുക്കുന്നത്. 0 ആയിട്ട് കോയിൻസൈഡ് ചെയ്യണത് MSR, പിന്നെ 2 ലൈൻസ് ഫസ്റ്റ് കോയിൻസൈഡ് ചെയ്യണത് VSR. അങ്ങനെ എടുക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ വർക്കിംഗ് പറയാം. ആദ്യം തന്നെ പ്രിസം എടുക്കുക. പ്രിസം എന്ന് പറഞ്ഞാൽ 2 സൈഡ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ സാധനവും ഒരു സൈഡ് ബ്ലറായിട്ടുള്ളതുമാണ്. അപ്പോൾ നമ്മൾ ബ്ലറായിട്ടുള്ളത് എടുത്തിട്ട് ഇതിൻ്റെ ഏറ്റവും അടുത്തുകൊണ്ട് ഇങ്ങനെ ക്ലാമ്പ് ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്തതിന് ശേഷം ഫസ്റ്റത്തെ ടേബിൾ നമുക്ക് ചെയ്യാം. 2 ടേബിളാണ് ഇതിലുള്ള. ഫസ്റ്റത്തെ ടേബിൾ എന്ന് പറയുമ്പോൾ ആംഗിൾ ഓഫ് പ്രിസം കണ്ടെത്താനാണ്. അതിന് ഈ പ്രിസത്തിന് 2 ക്ലിയർ ആയിട്ടുള്ള സ്ഥലമുണ്ടെന്നുള്ളൂ. അത് ഫേസ് ആണ്. ഒരെണ്ണം ഫേസ് 1, ഒരെണ്ണം ഫേസ് 2. ഫേസ് 1 ഏതാ ഫേസ് 2 ഏതാണെന്ന് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. ഇത് ഫേസ് 1 ഞാൻ എടുത്തു, ഇപ്പോൾ ലെഫ്റ്റിലുള്ള റൈറ്റിലുള്ള ഫേസ് 2. അപ്പോൾ ഇതിലേക്കുണ്ട് ഫസ്റ്റ് ഫേസ് റിഫ്ലക്റ്റഡ്. നമ്മൾ ഇതാണ് നേരെ വെച്ചേക്കുക. നമുക്കൊരു സ്ലിറ്റ് പോലെ കാണും. നമ്മളത് അപ്പോൾ ഫേസ് 1ൻ്റെ അങ്ങോട്ട് ഡയറക്ഷനിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ കൊണ്ടുവന്ന് ഒരു ആംഗിളിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഒരു സ്ലിറ്റ് കാണും. അത് കറക്റ്റ് ഇതിൻ്റെ മറ്റേ ക്രോസ് ആയിട്ട്, ഇതിൻ്റെ ക്രോസ് വയറിൻ്റെ കറക്റ്റ് ക്രോസ് ആയിട്ട് സ്ലിറ്റ് വയ്ക്കുക. അഗെയിൻ ഇങ്ങനത്തെ ഒരു ആംഗിളിൽ സ്ട്രെയിറ്റ് ഇതിൽ ക്ലിയർ ആയിട്ട് വേറെ ഉണ്ടാവും, വേണമെങ്കിൽ പിക്ചർ ഇൻക്ലൂഡ് ചെയ്യാം. ആ സാധനത്തിൽ നമ്മൾ വയ്ക്കുക. എന്നിട്ട് അതാണ് ഫേസ് 1. ഫേസ് 1ൻ്റെ വെർനിയർ 1ൻ്റെ VSRും MSRും എടുക്കുക. അതേപോലെ തന്നെ വെർനിയർ 2ൻ്റെ VSRും MSRും എടുക്കുക. അതാണ് ഇവിടുത്തെ വെർനിയർ 1ൻ്റെ MSR VSRും വെർനിയർ 2ൻ്റെ MSRും VSRും. ഇതേപോലെ തന്നെ നമ്മളിത് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇത് കൊണ്ടുപോവുക. അപ്പോൾ നമ്മൾ ഈ സാധനത്തിൻ്റെ ഇപ്പോൾ എടുത്തു. അത് കഴിഞ്ഞ് തന്നെ ഫേസ് 2ൻ്റെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ഇത് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ കണ്ട അതേ സ്ലിറ്റ് തന്നെ നമുക്ക് ഇവിടെ കാണും. അതും ക്രോസ് വരുന്ന കൃത്യം നടുക്കായിട്ട് അങ്ങനെ വയ്ക്കുക. അതിൻ്റെ വെർനിയർ 1 MSRും VSRും, ഇത് വെർനിയർ 2 MSRും VSRും എടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് വെർനിയർ 1 ഇത് വെർനിയർ 2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മാറിപ്പോയരുത് അങ്ങോട്ട്. അപ്പോൾ റീഡിങ് തെറ്റും. അതിൻ്റെ 2ൻ്റെയും കൂടി എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേബിൾ ആംഗിൾ ഓഫ് പ്രിസം കിട്ടും. അതിൽ 2നും ടോട്ടൽ റീഡിങ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. MSR + VSRൻ്റെ LC യൂസ് ചെയ്തിട്ട്. എന്നിട്ട് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടെത്തുക. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഇത്. എന്നിട്ട് ഇതിൻ്റെ 2ൻ്റെയും മീൻ വാല്യൂ എടുക്കുക. അപ്പോൾ ആംഗിള് നമുക്ക് കിട്ടും 2A. അതിൻ്റെ ഹാഫ് എടുക്കുമ്പോൾ ആംഗിളും കിട്ടും.